ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജം ടോക്കീസ്. അപ്പം ആദ്യത്തെ റൗണ്ട് ടാസ്ക് കഴിഞ്ഞിരുന്നു. ബ്ലൈൻഡ്സൊക്കെ ഇട്ടിരുന്നു ബിഗ് ബോസ്. അവർ പുറത്തിരിക്കുമായിരുന്നു. ആ ടൈം കൊണ്ടാണ് ഇവർ ഈ കോയിൻസ് കൊണ്ട് അകത്ത് വെച്ചിരുന്നത്. അപ്പം പ്രൊമോയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അനുമോൾ വന്ന് വായിച്ചതുപോലെ തന്നെ നമ്മൾ കോയിൻസ് പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. അതിൽ കൂടെ പണിയും ഉണ്ട്, 7ൻ്റെ പണിയും അതിലുണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാവരും കോയിൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ നല്ല എഫേർട്ട് എടുത്ത് എല്ലാവരും ചെയ്തു. അതിലൊന്നും പറയാനില്ല. 100% എഫേർട്ട് എല്ലാവരും എടുത്തു. അവിടെ എവിടെയൊക്കെ പോയി ചാടി ഓടി കിടന്നൊക്കെ അവർക്ക് കിട്ടി. അപ്പം നൂറയ്ക്കൊക്കെ നല്ല കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ അനീഷേട്ടന് മാത്രമേ ഉള്ളൂ 2 കോയിൻസ് കിട്ടിയത്. പക്ഷെ അങ്ങേരും നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ ചെയ്തു. എല്ലാവരും കോയിൻസ് അവരോട് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ബിഗ് ബോസ് ആരിനിട്ടൊരു പണി കൊടുത്തു. അതായത് ആരാണ് കോയിൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. അതുവരെ ഒന്നും അറിയാത്ത ആരോടൊന്നും പറഞ്ഞിട്ടില്ല. കോയിൻസ് ഓൾറെഡി അവൻ്റെ പോക്കറ്റിലുണ്ട്. കാരണം ആദിലേക്ക് കിട്ടിയത് ബേൺ കോയിൻ ആയിരുന്നു. ആ കോയിനിൽ വീണ്ടും ആരും വിചാരിച്ചു എനിക്ക് കിട്ടുന്നതും ചിലപ്പോൾ അതാകും, അല്ലെങ്കിൽ പണിയുള്ളൊരു കോയിനാകുമ്പോൾ യെല്ലോ ടൈപ്പ് കോയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അത് പണിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു 3 4 5 എന്തുകൊണ്ട് കോയിൻസ് അവൻ മാറ്റി വെച്ചു, വീട്ടുകാരറിയാതെ. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ആരിനെ എടുത്ത് സൂം ചെയ്ത് കാണിക്കുന്നൊന്നുമല്ല, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ആരിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് എന്താണ് സംഭവം, എന്തെങ്കിലും പണിയാണോ എന്നുള്ളത്. അതിൻ്റെ സൈഡിലിരുന്ന് ഷാനവാസ് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ആരിനെന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നത് ആരാണ് ഒളിപ്പിച്ചിരുന്നത്, എന്നെ മണ്ടനാക്കണ്ട എന്ന്. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ച അനീഷും ഷാനവാസും ആദില നൂറയൊക്കെ ചെയ്തു. ആദില അത്രയില്ല, നൂറ. പക്ഷേ അക്ബർ ആവട്ടെ നെവിൻ ആവട്ടെ ആരും തന്നെ ഇതിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അനീഷും ഷാനവാസും ആണ്. ഇപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുവാണ്, ഇതിപ്പോൾ നേരെ തിരിഞ്ഞ് അനീഷോ ഷാനവാസോ അനുമോളോ കയ്യിലാണ് ഇത് വന്നിരുന്നതെങ്കിൽ ആ വീട്ടുകാർ വെച്ചേക്കുമോ ആരെങ്കിലും? ഇപ്പം പ്രത്യേകിച്ച് ഷാനവാസ് ആണെങ്കിൽ ഇത് പറഞ്ഞ് അയാളെ വെറുപ്പിച്ച് കൊന്നേനെ. പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനല്ല. ആദിലിനെ കൺവിൻസ് ചെയ്യുന്നു. പിന്നെ ആദില പിന്നെ എന്ത് കിട്ടിയാലും അങ്ങനെ ആണല്ലോ, കൺവിൻസ് ചെയ്ത് പിന്നെ അവർ തന്നെ കമ്പനിയാവുന്നു. ആദിലയുടെ അടുത്ത ആര്യനാവുന്നു. അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ? ഗ്രൂപ്പിസം. അക്ബർ ഒരു വാക്ക് അവിടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. അക്ബർ ഓൾറെഡി ആര്യൻ്റെ നല്ല കമ്പനിയാണ്. ഈവൻ ലക്ഷ്മി പോലും അക്ബറിനോട് മാത്രമേ പ്രശ്നമുള്ളൂ, ആര്യനോട് പ്രശ്നമില്ല. അപ്പം ആര്യനും നെവിനുമായിട്ട് ലക്ഷ്മിക്കും അത്ര നല്ല കൂട്ടാണ്. പക്ഷേ അതൊന്നും ലക്ഷ്മിയും പറയുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചത്. അപ്പോൾ അനീഷ് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇത് റദ്ദാക്കണം എന്നുകൊണ്ട് പേഴ്സണലി എനിക്ക് അഭിപ്രായമില്ല. കാരണം ആര്യന് നല്ല എഫേർട്ട് ഇട്ടെടുത്ത് കോയിൻസ് ആണ്. അപ്പോൾ അത് റദ്ദാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താ പറയുക, ഇത് മനസ്സിലാക്കണം. ഈ ടാസ്കിൻ്റെ കാര്യം മനസ്സിലായി. ഈ കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ച് കിട്ടും. അത് ഏതിലാണെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, ഇതിപ്പം ഷാനവാസ് സീക്രട്ട് ടാസ്ക് കുളവാക്കി എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവസാനം ആര്യൻ എല്ലാ ടാസ്കും നല്ല വ്യക്തമായും ശക്തമായും കളിക്കുന്നു എന്ന് പറഞ്ഞ ആര്യൻ തന്നെയാണ് ഈ 3 കോയിൻസ് പേടിച്ച് അവൻ എന്തെങ്കിലും പണി കിട്ടുമെന്നുള്ള പേടിയിൽ അവൻ മാറ്റിവെച്ചത്. ഈവൻ അനീഷ് അത്രയും പ്രതികരിക്കാനുള്ള റീസൺ ചിലപ്പോൾ ഇൻ കേസ് അനീഷാണ് സെക്കൻഡ് നിൽക്കുന്നത്, ഇത് ആര്യൻ്റെ ഫുള്ള് റദ്ദാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പിടി മുമ്പിലോട്ട് അനീഷ് ഫസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാവാം. അത് വേറെ കാര്യം. എന്തായാലും സ്റ്റേ ട്യൂൺ ചാനൽ സെക്കൻഡ് റൗണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്.